എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂരിലത്തെ കുറച്ച് കാഴ്ചകളും കൂടെ കാണാൻ പോവാം. കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങൾ വിധാൻസൗധ, HL, ലാൽബാഗ്, കബൻ പാർക്ക് അതൊക്കെ പോയത്. അപ്പോൾ ഈ ആഴ്ച ഞങ്ങളിപ്പം ഈ വീഡിയോ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കൈക്കൊണ്ടഹള്ളി ലേക്കിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലാണ്. ഇതിപ്പം അടച്ചിട്ടേക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഞങ്ങൾ ഇസ്കോൺ ടെമ്പിൾ, അങ്ങനെ ബാംഗ്ലൂർ പാലസ്, അങ്ങനെ കുറേ കാഴ്ചകൾ കാണാൻ പോകാം, ബാംഗ്ലൂരിലത്തെ മറ്റു കാഴ്ചകൾ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക, എൻജോയ് ചെയ്യുക. അപ്പം ഞങ്ങളിപ്പം സർജാപ്പൂർ റോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കണേ. ആദ്യം നമുക്ക് ബാംഗ്ലൂർ പാലസിലോട്ട് പോകാം. കോരമംഗലം വഴിയാണ് പോകണേ. ഞങ്ങൾ പണ്ട് എപ്പോഴും സാധനങ്ങൾ മേടിക്കാൻ വരുന്നത് ഈ കടയിലാണ്, മോർ മെഗാ സ്റ്റോർ. കണ്ട KFC മേടിക്കുന്നത് എപ്പോഴും ഇവിടെ നിന്നാ. ഇതിൻ്റെ പതിവില്ലാതെ സാറ്റർഡേ ഭയങ്കര തിരക്കാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഔട്ടർ റിംഗ് റോഡിലോട്ട് കയറി. ഇപ്പം ഞങ്ങൾ അഗറ ഭാഗത്തോട്ടാണ് പോകണേ. എന്ത് തിരക്കാ നോക്ക്. സർവീസ് റോഡിലും തിരക്കാം, മെയിൻ റോഡിലും തിരക്കാം. അഗര ലേക്കാണിത്. അപ്പോൾ അങ്ങനെ കോരമംഗലം എത്തി. ഈ കോരമംഗലം എന്ന് പറഞ്ഞ ബാംഗ്ലൂരിലത്തെ പോഷ് റെസിഡൻഷ്യൽ ഏരിയ. അപ്പോൾ സോണി സിഗ്നലായത്. ഇവിടെ പുതിയ ഫ്ലൈ ഓവർ പണിയാണ് മുകളിൽ. ഈ വഴിയുടെ അപ്പുറത്തെ ഇപ്പുറത്തെ മിലിറ്ററി ഏരിയ, അത് ഇവിടെ ഉണ്ട് മിലിറ്ററി ഏരിയ. മിലിറ്ററി ക്വാർട്ടേഴ്സ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കബൻ പാർക്കിൻ്റെ അവിടെ എത്തി. ഇവിടെ ഇപ്പോൾ സിഗ്നലിൽ പെട്ടിരിക്കുക. ഇനി 4 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട് ബാംഗ്ലൂർ പാലസിലോട്ട് പോകണമെങ്കിൽ.
അപ്പൊ അതെങ്ങനെ ബാംഗ്ലൂർ പാലസിന്റെ ക്യാമ്പസിനകത്ത് കയറി കണ്ട. അപ്പൊ അങ്ങനെ ബാംഗ്ലൂർ പാലസിന്റെ അവിടെ എത്തി. അപ്പൊ അതങ്ങനെ ബാംഗ്ലൂർ പാലസിന്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് കണ്ട. കൊറേ കഷ്ടപ്പെട്ട് കൊറേ വഴിയൊക്കെ തെറ്റിയായിരുന്നു. അപ്പൊ കണ്ട, ഇതാണ് ബാംഗ്ലൂർ പാലസ്. ഇത് വടിയാർ രാജാക്കന്മാരുടെ പാലസാണ്. അപ്പൊ ഇതിന്റെ അകത്തോട്ട് കയറാം. അപ്പൊ അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ബാംഗ്ലൂർ പാലസ്. അപ്പൊ ഇവിടെയാണ് ടിക്കറ്റ് എടുക്കണേ. അങ്ങോട്ട് പോവാം. അപ്പോൾ അതങ്ങനെ എൻ്റെ മമ്മി ടിക്കറ്റ് കൊടുത്തോണ്ടിരിക്കാൻ കണ്ടോ. അപ്പോൾ ഇവിടെ ഓഡിയോ ടൂർ അതൊക്കെ ഉണ്ട്, അതിന് എക്സ്ട്രാ പൈസ എടുക്കണം. ഇപ്പം ഇവിടെ ഒരു ടാഗ് കെട്ടുന്നുണ്ട് കയ്യിൽ. ഫ്രീ ഇപ്പം എൻ്റെ കയ്യിൽ കണ്ടോ. എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാം. അപ്പോൾ അതങ്ങനെ ബാംഗ്ലൂർ പാലസിൻ്റെ അകത്ത് കയറാണ്. അപ്പോൾ ഇവിടെ ഓഡിയോ ഗൈഡ്സ് ഉണ്ട് കണ്ടോ. എല്ലാ ലാംഗ്വേജിലും ഓഡിയോ ഗൈഡ്സ് ഉണ്ട്. കന്നഡ, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, ഇംഗ്ലീഷ്, പിന്നെ വേറെ ഫോറിൻ ലാംഗ്വേജസ് കണ്ടോ. അല്ല, ആ ഇയർഫോൺസ് നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾക്ക് ഓരോ ആൾക്കാരിങ്ങനെ ഇൻഫോം ചെയ്തുകൊണ്ടിരിക്കും ഓരോരോ കാര്യങ്ങൾ. മതിലൊക്കെ ഓരോരോ രാജാക്കന്മാരുടെ ഫോട്ടോസൊക്കെ വെച്ചേക്കണം കണ്ടാ. കുതിരപ്പുറത്ത് വരുന്ന കണ്ടാ. അപ്പോൾ ഇത് ദർബാർ ഹാളാ കണ്ടാ. ഓരോരുത്തർ വരുമ്പോൾ അനേച്ചെടുത്താണ് മീറ്റിംഗ്സ് കൂടാൻ വേണ്ടിയുള്ള സ്ഥലം ഇത്. അപ്പോൾ ഇത് രാജാക്കന്മാരുടെ ലൈബ്രറിയാണ് കണ്ട. പണ്ടത്തെ ബുക്കുകളൊക്കെ നോക്ക്. പിന്നെ കുറേ സംഭവമുണ്ട്. അന്ന് മൈസൂർ പാലസിൽ പോയ ആ ഒരു ഫീലുണ്ട് കണ്ട. ഇവിടെ ഒരു ജനലുണ്ട്, അവിടെ നിന്ന് പുറത്തുള്ള കാഴ്ചകൾ കാണാം കണ്ട. അപ്പം ഇതാണ് ഈ ഒരു കൊട്ടാരത്തിൻ്റെ കോർട്ട്യാർഡ് കണ്ട. ഈ പാലസിൻ്റെ അകത്ത് 35 റൂമുകളുണ്ട്. അതിലധികം കാണുന്നത് ബെഡ്റൂമാണ്. ഈ പാലസിന്റെ ഇന്റീരിയർ മൊത്തം വുഡൻ കാർവിങ്സ്, പെയിന്റിങ്സ് അതൊക്കെ കാണാൻ പറ്റും. ഇതൊരു ഏറ്റവും മുകളിലത്തെ നില. വടിയാർ ഡൈനാസ്റ്റിയുടെ പല പല ജനറേഷനുകളുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ മതിലിൽ കാണാൻ പറ്റും. ഇത് കണ്ട, ഒറിജിനൽ ആനയുടെ തൊലിയും നഖം കൊണ്ടാണ് ഈ ഒരു കസാര ഉണ്ടാക്കിയത്. മരം കൊണ്ടാ ശരിക്കും ഉണ്ടാക്കിയത്, പക്ഷെ അതിന്റെ പുറത്ത് കവർ ചെയ്തത് ആനയുടെയും തൊലിയും നഖം കൊണ്ടാ കണ്ട. പഴയ ട്രെയിനാ ഇതൊക്കെ കണ്ട. ആനകളൊക്കെ കൊണ്ടുപോകണ ട്രെയിൻ കണ്ട. നോക്കിക്ക എങ്ങനെ ആന ട്രെയിനിൽ കയറാനൊക്കെ നോക്കിയാൽ കൊണ്ടുപോകണുണ്ടോ ഒരു കോച്ച്. കണ്ടോ പണ്ടത്തെ വാതില ഇതൊക്കെ കണ്ടോ, എന്ത് സ്ട്രോങ് ആയിരിക്കും നോക്കി. അതിനകത്ത് ബെഡ് ഉണ്ട്, തുളയിൽ നോക്കിക്കാൻ. അപ്പൊ ഇതൊക്കെ ഓരോരോ റൂമാ കണ്ട. ഇത് ബെഡ്റൂമാ. ഇത് തുളയിൽ കൂടെ കാണാം, പക്ഷെ അതിൻ്റെ അകത്ത് നോക്കാൻ പറ്റില്ല കണ്ടോ.
ഇത് നോക്കിയത് വേറെ ഒരു കോട്ടയാട്. ഇപ്പൊ ഇവിടെ ചെയ്യണത് ഇവിടെ തന്നെ പുറത്തോട്ട് വ്യൂ കാണാം. കണ്ട പിന്നെ നമുക്ക് താഴോട്ട് ഇറങ്ങി പോണം. അപ്പൻ്റെ താഴത്തെ നിലയിൽ എത്തിയത് കണ്ട, ഇതാണ് കോട്ടയാട്. താഴെ കാണാൻ പറ്റും. ഈ ഷാൻലിയേഴ്സ് ഒക്കെ കണ്ട പല പല കളറുകള്, എന്ത് ഭംഗിയാണോ നോക്ക്. ഇത് കണ്ട പഴയ കാലത്തെ വിളക്ക് കത്തിച്ച് വെക്കണത് അതിൻ്റെ ഉള്ളില്. പണ്ട് കിട്ടിയ ഒരു ക്യൂരിയസ് ഐറ്റംസ് ഇതൊക്കെ കണ്ട എല്ലാം കണ്ടില്ലേ. അപ്പൊ ഇത് വേറൊരു കോട്ടയാട്. ഇപ്പൊ പാലസിനകത്ത് 2 കോട്ടയാടുണ്ട്. കണ്ടോ? അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് നടക്കാണ്. ഇനി എന്തൊക്കെ ഉണ്ടോ നോക്കാം. പഴയ കാലത്തെ ഡ്രസ്സുകളാണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ട. പണ്ടത്തെ രാജാക്കന്മാർ ബില്യാർഡ്സൊക്കെ കളിച്ച സ്ഥലമാണിത്. പണ്ടത്തെ രാജാക്കന്മാർ ബില്യാർഡ്സൊക്കെ കളിച്ചു കിട്ടിയ കപ്പുകളായി കാണണേ. ബില്യാർഡ്സൊക്കെ കളിക്കുന്ന സ്റ്റിക്കുകളായി കാണണേ. കണ്ട പഴയ കാലത്ത് ഉപയോഗിച്ച പാത്രങ്ങളും കപ്പുകളൊക്കെയാണിത്. അവരുടെ ദൈവങ്ങൾ കണ്ട. അപ്പൊ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇത് കണ്ട. അപ്പൊ ഇവിടെ ഒരു പീരങ്കി വെച്ചിട്ടുണ്ട് കണ്ട. അതിന്റെ അടിയിൽ ഇതാ 2 കുഞ്ഞു പട്ടികൾ കിടന്നുറങ്ങാം. ഈ പാലസിന്റെ ക്യാമ്പസ് 454 ഏക്കർ ഉണ്ട്. അതിൽ 1 ഏക്കറിന്റെ മുകളിലെങ്ങാണ്ട് പാലസിന്റെ ബിൽഡിങ്. കിങ് ചാമറാജ വടയാറാണ് ഈ പാലസ് പണിത്. 1887 ഈ പാലസിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തത്. ഈ പാലസ് ഗ്രൗണ്ടിൽ പല പല ഇവന്റ്സ് ഒക്കെ നടക്കും. അതിന്റെ അടുത്തത് ഇവിടെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട്, അവിടെ പോവാം. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഗ്ലാസ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു ഗ്ലാസ് ഹൗസ് ആണ് ഇത്, പഴയ കാലത്തെ. മഹാരാജാവ് വരുമ്പോ ആൾക്കാരെ കാണാൻ വരുന്നത് ഈ വഴിയിൽ കൂടിയാണ്. ഈ പാലസും ആ ഒരു ബിൽഡിങ് കെട്ടിടം കണക്ട് ചെയ്യുന്നത് ഈ ഗ്ലാസ് ഹൗസാണ്. അപ്പോൾ ആ ഒരു ബാൽക്കണി ഉണ്ടോ, ആ ബാൽക്കണിക്കകത്ത് രാജാമാരൊക്കെ ഇരുന്ന് ഈ ഗാർഡനൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ട് അകത്ത് കയറിയിട്ട് എല്ലാം കണ്ടു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ഇത് മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ബൈ.